നമസ്കാരം. അന്തംഗമികളുടെ അന്തമില്ലാത്ത ആലോചനകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും യാതൊരു തരത്തിലും അവസാനമില്ല. ആ സാഹചര്യങ്ങൾ തുടരുന്നു. രാജ്യത്ത് തന്നെ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വായിൽ പ്രസംഗിക്കുന്ന സഖാക്കന്മാർ കണ്ണും കാതും തുറന്ന് കേൾക്കുക. നിങ്ങളുടെ സഖാക്കന്മാർ എന്താണ് ചെയ്തു കൂട്ടുന്നതെന്ന്. നിങ്ങളുടെ പാർട്ടിയുടെ കാലൻ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന നിങ്ങളുടെ മറ്റൊരു സുഹൃത്തു കൂടെയായിട്ടുള്ള സഖാവ് തന്നെ ആയിരിക്കും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് ഒന്നുകൂടെ തെളിയിക്കാൻ ഓർമ്മപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം നടന്ന നടൻ ആസിഫ് അലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നിരിക്കുന്ന വിവാദം കാരണമായി മാറിയിരിക്കുകയാണ്. അതായത് നടൻ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം വാങ്ങാൻ സംഗീത സംവിധായകനായിട്ടുള്ള പണ്ഡിറ്റ് രമേശ് നാരായണൻ വിസമ്മതിച്ച സംഭവത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ടാണ് ഒരു CPM നേതാവ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. തൃശൂർ സ്വദേശിയും CPM നേതാവുമായിട്ടുള്ള സുസിത് ശിവദേവ വലിയ വർഗീയ വിദ്വേഷം പടർത്തുന്ന കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇസ്ലാം മത വിശ്വാസിയായതുകൊണ്ടാണ് ആസിഫ് അലിയിൽ നിന്നും രമേശ് നാരായണൻ പുരസ്കാരം വാങ്ങാൻ മടിച്ചതെന്നതാണ് സുസിത്തിന്റെ നിസാരമായ എന്നാൽ അതിഗംഭീരമായിട്ടുള്ള അതിചർച്ചാ വിഷയമായിട്ടുള്ള അതിവർഗീയപരമായിട്ടുള്ള ആ പോസ്റ്റ്. CPM വല്ലച്ചിറ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ഈ പറയുന്ന സുസിത്. രമേശ് നാരായണൻ പുരസ്കാരം വാങ്ങാൻ മടിക്കുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് സുസിത്തിന്റെ ഈ വർഗീയ പ്രചാരണം. രമേശ് നാരായണന്റേത് ഹിന്ദുവായതുകൊണ്ടുള്ള ധർമ്മമാണ് എന്ന് സുസിത് പറയുന്നു. ഇതിലൂടെ ചെറുതാകുന്നത് ആസിഫ് അലിയല്ല, മറിച്ച് രമേശ് നാരായണൻ തന്നെയാണെന്നും സുസിത് വ്യക്തമാക്കി. മുസ്ലിം യുവാവിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങാൻ മടിക്കുന്ന ഹൈന്ദവ ദർശനം അപമാനിതനായത് ആസിഫ് അലിയല്ല, നിങ്ങൾ തന്നെയാണ് എന്നതായിരുന്നു സുസിത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. സംഘാടകരുമായുള്ള അതൃപ്തിയെ തുടർന്നാണ് ആസിഫ് അലിക്ക് പകരം രമേശ് നാരായണൻ സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി പുരസ്കാരം വാങ്ങിയതെന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് CPM നേതാവ് ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഈ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും അതിനെയെല്ലാം വർഗീയവൽക്കരിച്ച് മതപരമായുള്ള വിഷയമാക്കി വളച്ചൊടിച്ച് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്തുന്ന ഒരു തരത്തിലുള്ള പ്രക്രിയയിലാണ് അന്തംഗമികളെന്ന് ചുരുക്കം. അതിന് അവർക്ക് യാതൊരു മടിയുമില്ല. അവരുടെ ഒരു ഹോബിയായി വർഗീയവാദം മാറുന്ന ഒരു സാഹചര്യമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉന്നത CPM നേതാവായിട്ടുള്ള ഒരു നേതാവ് ഒരു കാര്യം പറഞ്ഞത്. അതായത് ഈ നാട്ടിൽ മാത്രം എന്ന് വെച്ചാൽ കേരളത്തിൽ മാത്രമാണ് വർഗീയ പ്രശ്നങ്ങൾ വളരെ കുറവുള്ളത്, ഇവിടെ അങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നത്. എന്നാൽ ഈ പറയുന്ന വർഗീയവാദ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പൊലിപ്പിക്കുന്നതും ഒടുക്കം ഇതിനെതിരെ സംസാരിക്കുന്നതുമൊക്കെ ഇതെല്ലാം ഉണ്ടാക്കുന്ന അതേ പാർട്ടിയിലെ സഖാക്കന്മാർ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു വടകരയിലെ കാഫിർ വിവാദം. അത് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തതെന്തേ, അള്ളാഹുവിനെ മറന്നുകൊണ്ടാണോ എന്നതടക്കമുള്ള ഷാഫി പറമ്പിലിനെതിരെയുള്ള CPM നേതാവിന്റെ വിവാദ ചോദ്യങ്ങൾ എന്നതെല്ലാം. എന്തായാലും CPM നേതാക്കന്മാർ ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഈ വർഗീയത കുത്തിവെച്ചുകൊണ്ട് അവരെ തമ്മിലടുപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആസിഫ് അലിയും അദ്ദേഹവും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഒരു പ്രശ്നമായി ചിത്രീകരിക്കേണ്ട എങ്കിൽ പോലും അതിനെ വർഗീയവൽക്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ CPM നേതാക്കന്മാർ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വിവാദം മതപരമായി വളർത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സഖാക്കന്മാർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നത് പറയേണ്ടിയിരിക്കുന്നു.